ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അനദർ എപ്പിസോഡ്. ഇപ്പോൾ നമ്മളുള്ളത് തിരുവല്ലയിലെ ഹുണ്ടായുടെ ഷോറൂമിലാണുള്ളത്. ഇന്ന് നമ്മൾ റിവ്യൂ ചെയ്യാൻ പോകുന്നത് നമ്മുടെ ഹുണ്ടായുടെ വെനുവിൻ്റെ സെക്കൻഡ് ബേസ് വേരിയൻ്റ് ആയിട്ടുള്ള എസ് എന്ന് പറഞ്ഞ വേരിയൻ്റാണ് ഇന്ന് നമ്മൾ റിവ്യൂ ചെയ്യാൻ പോകുന്നത്. സോ നമ്മൾ ഇതിനകത്ത് എന്തൊക്കെ ഫീച്ചേഴ്സാണ് ബേസ് വേരിയൻ്റിൽ നിന്ന് ആഡായി കിട്ടുന്നതെന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ പ്രൈസ് ഡിഫറൻസ് നമ്മൾ പറയാം. അപ്പോൾ അതുപോലെ തന്നെ എന്തൊക്കെ ഫീച്ചേഴ്സ് ഇല്ലാത്ത ആഡായി കിട്ടും എന്നുള്ളത് നമുക്ക് ഈ വീഡിയോ നോക്കാം. അപ്പോൾ ഇതാണ് നമ്മുടെ ഹുണ്ടായുടെ വെനുവിൻ്റെ എസ് വേരിയൻറ്റ് വരുന്നത്. ഇതൊരു ടൈറ്റാനിക് ഗ്രേ കളറാണ് വരുന്നത്. ഇതൊരു വാല്യൂ ഫോർ മണി വേരിയൻ്റ് ആയിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാൻ പറ്റുമെന്നാണ് നമ്മൾ ഈ വീഡിയോ നോക്കാൻ പോകുന്നത്. പിന്നെ ഫ്രണ്ട് പ്രൊഫൈലും കാര്യങ്ങളും ഡിസൈനും എല്ലാം നോക്കി കഴിഞ്ഞാൽ പെട്ടെന്ന് ഇത് സെക്കൻഡ് ബേസ് വേരിയൻ്റ് ആണോ എന്നൊന്നും മനസ്സിലാവാത്ത രീതിയിലാണ്. എല്ലാ വേരിയൻറ്റിലും ഈ ഒരു ക്രോം ട്രീറ്റ്മെൻറ്റ് കൊടുത്തിട്ടുണ്ട്. പിന്നെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ വേറെ കാര്യമായിട്ടുള്ള ചേഞ്ചസ് കാര്യങ്ങളൊന്നും ഈ ടോപ്പ് ആൻഡ് വേരിയൻറ്റും ഈ ബേസ് വേരിയൻ്റായിട്ട് വെനുവിന് വരുന്നില്ല എന്നുള്ളതാണ് വേറൊരു നല്ല കാര്യമെന്ന് പറയാം. പിന്നെ ഇതുപോലെ DRL വരുന്നില്ല. അതുപോലെ തന്നെ ഓട്ടോമാറ്റിക് ഹെഡ്ലാമ്പ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഈ ഒരു എസ് വേരിയൻ്റ് സ്റ്റവ് തൊട്ടാണ്. പിന്നെ നമ്മളിങ്ങനെ നോക്കുകയാണ് സൈഡ് പ്രൊഫൈലിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അലോയ് വീൽസ് കൊടുത്തിട്ടുള്ള സ്റ്റീൽ റിംസാണ് വരുന്നത്. വിത്ത് വീൽ കപ്പ് കൊടുത്തിട്ടുണ്ട്. 15 ഇഞ്ച് വീൽസാണ് വരുന്നത്. ടോപ്പ് എൻഡിലേക്ക് പോകുമ്പോഴേക്കും 16 ഇഞ്ച് ആവും. ഇപ്പോൾ ഇതിലെ ഡയമെൻഷൻസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ 195/65R15 ആണ് ഇതിൻ്റെ ഡയമെൻഷൻസ് വരുന്നത്. അത് സൈഡ് പ്രൊഫൈലിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ടേൺ ഇൻഡിക്കേറ്റേഴ്സ് മിററിലല്ല കൊടുത്തേക്കുന്നത്, ഇവിടെയാണ് പ്ലേസ് ചെയ്തേക്കുന്നത്. ബട്ട് ബോഡി കളറുടെ മിറേഴ്സ് തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. സൈഡ് പ്രൊഫൈലിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു എസ് വേരിയൻ്റ് തൊട്ടാണ് മേളിൽ റൂഫ് റെയിൽ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ഡയമെൻഷൻസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ലെങ്ത്ത് വരുന്നത് 3995 mm ആണ്. അതുപോലെ തന്നെ ഹൈറ്റ് വരുന്നത് 1617 mm ആണ്. അതുപോലെ തന്നെ വിത്ത് വരുന്നത് 1770 mm ആണ് ഇതിൻ്റെ വിത്ത് വരുന്നത്. അതുപോലെ ബാക്ക് സൈഡിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ഷാർപ്പിന് ആൻഡ് കൊടുത്തിട്ടുണ്ട്. അത് വരുന്നതും ഈ ഒരു എസ് വേരിയൻ്റ് തൊട്ടാണ്. അതുപോലെ തന്നെ ബാക്കിൽ ഡിഫോഗർ വരുന്നുണ്ട്. ഇതും വരുന്നത് നമ്മുടെ ഈ ഒരു എസ് വേരിയൻ്റ് തൊട്ടാണ് വരുന്നത്. അതുപോലെ തന്നെ കണക്റ്റഡ് രീതിയിലുള്ളൊരു ടെയിൽ ലാമ്പിംഗ് യൂണിറ്റും കാര്യങ്ങളെല്ലാം കാണാൻ സാധിക്കും. വെനുവിൻ്റെ ബാജിങ് കൊടുത്തിട്ടുണ്ട്. അല്ലെങ്കിൽ താഴെയായിട്ട് സെൻസേഴ്സ് കൊടുത്തിട്ടുണ്ട്. റിവേഴ്സ് ക്യാമറ വരുന്നില്ല. റിവേഴ്സ് ക്യാമറ അഡീഷണലി നമുക്ക് ആഡ് ചെയ്യേണ്ടി വരും. ഇവിടെ ആയിട്ടാണ് ഇതിൻ്റെ റിവേഴ്സ് ലാമ്പ് വരുന്നത്. അതുകൊണ്ട് റിഫ്ലക്ടർ മേളിൽ കൊടുത്തിട്ടുണ്ട്. ബാക്കി ലാമ്പ്സ് മേളിലാണ് വരുന്നത്. പെട്ടെന്ന് LED ആണെന്ന് തോന്നുന്നു, പക്ഷേ ഇത് LED അല്ല. അപ്പോൾ ഈ ഒരു രീതിയിലാണ് നമ്മുടെ വെനുവിൻ്റെ കീ വരുന്നത്. അപ്പോൾ ഈ എസ് വേരിയൻ്റ് തൊട്ടിട്ട് ഈ ഒരു സ്ലിപ്പിയാണ് വരുന്നത്. ടോപ്പിലേക്ക് വരുമ്പോഴേക്കും കീലെസ് എൻട്രിയും കാര്യങ്ങളൊക്കെ വരും. സെൻട്രൽ ലോക്കിംഗ് ആണ് വരുന്നത്. ഈ ഒരു രീതിയിലാണ് ഇതിൻ്റെ ഡോറും കാര്യങ്ങളൊക്കെ വരുന്നത്. ഡുവൽ ടോൺ ആണ് വരുന്നത്. ഇവിടെയായിട്ട് പവറിൻ്റെ സ്വിച്ചുകളും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. ഈ ഒരു എസ് വേരിയൻ്റ് തൊട്ടിട്ടാണ് ഇലക്ട്രിക്കൽ അഡ്ജസ്റ്റബിൾ ഔട്ട് സൈഡ് മിറർ വരുന്നത്. അതുപോലെ തന്നെ മേളിൽ ട്വിറ്റേഴ്സ് കൊടുത്തിട്ടുണ്ട്. താഴെ ഒരു വലിയ സ്പീക്കർ കൊടുത്തിട്ടുണ്ട്. അതുപോലെ ചെറിയൊരു ബോട്ടിൽ ഹോൾഡർ സ്പേസും കൊടുത്തിട്ടുണ്ട്. നമ്മൾ സീറ്റിൻ്റെ കാര്യം നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഹൈറ്റ് അഡ്ജസ്റ്റബിൾ സീറ്റ് അല്ല വരുന്നത്. അതുപോലെ ഇലക്ട്രിക്കൽ അഡ്ജസ്റ്റബിൾ സീറ്റും അല്ല വരുന്നത്. അപ്പോൾ ഈ ഒരു രീതിയിലാണ് നമ്മുടെ വെനുവിൻ്റെ എസ് വേരിയൻ്റ് ഇൻറ്റീരിയർ വരുന്നത്. അപ്പോൾ ഇതാണ് സ്റ്റിയറിംഗ് വീല്. 3 സ്പോക്കുള്ള സ്റ്റിയറിംഗ് വീലാണ് വരുന്നത്. ഇവിടെയായിട്ട് അലുമിനിയം ഫിനിഷും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇങ്ങോട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ക്രൂയിസ് കൺട്രോൾ കൊടുത്തിട്ടില്ല. അതുപോലെ തന്നെ ഈ സൈഡിലായിട്ട് ഓഡിയോ കൺട്രോളിൻ്റെ സ്വിച്ചുകൾ കൊടുത്തിട്ടുണ്ട്. ബേസ് വീലിലേക്ക് വരുമ്പോൾ അതുണ്ടാവില്ല. പിന്നെ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്റർ ഫുള്ളി ഡിജിറ്റൽ ആയിട്ടുള്ള ഒരു ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്ററാണ് ഇതിന് കൊടുത്തിരിക്കുന്നത്. ഇതിനകത്ത് തന്നെ ടയർ പ്രഷർ മൗണ്ടിങ് സിസ്റ്റം നമുക്ക് കൊടുത്തിട്ടുണ്ട്. അത് സ്റ്റാർട്ട് ചെയ്യുന്നത് നമ്മുടെ ഈ ഒരു എസ് വേരിയൻ്റ് തൊട്ടാണ്. പിന്നെ അപ്പോൾ ഈ ഒരു വേരിയൻറ്റിൽ നമുക്ക് റിവേഴ്സ് സെൻസറും കാര്യങ്ങളെല്ലാം കിട്ടുന്നുണ്ട്. നമുക്ക് ഈ ഒരു ഇൻസ്റ്റം ക്ലസ്റ്ററിൽ തന്നെ അതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളെല്ലാം കാണിക്കുന്നതാണ്. നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇൻഫോർടൈൻമെൻറ്റ് സിസ്റ്റം വരുന്നുണ്ട്. ഇത് ടച്ചോട് കൂടിയുള്ള ഇൻഫോർടൈൻമെൻറ്റ് സിസ്റ്റമാണ്. ആൻഡ്രോയിഡ് ഓട്ടോ, ആപ്പിൾ കാർപ്ലേ പോലുള്ള കാര്യങ്ങളെല്ലാം ഇതിൽ സപ്പോർട്ട് ചെയ്യണം. ഇത് സ്റ്റാർട്ട് ചെയ്യുന്നത് നമ്മുടെ ഒരു എസ് വേരിയൻ്റ് തൊട്ടിട്ടാണ്. വെനുവിൻ്റെ ശരിക്കും എനിക്ക് ഔട്ട്സൈഡിനെക്കാട്ടിയും കൂടുതൽ ഇഷ്ടപ്പെട്ടത് ഈ ഒരു ഇൻറ്റീരിയറാണ്. ഇൻറ്റീരിയറിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ഇൻഫോർടൈൻമെൻറ്റ് സിസ്റ്റം അതുപോലെ തന്നെ എല്ലാം ഒരു ബോസ് ടൈപ്പാണ്. അതുപോലെ AC വെൻസ് ചുറ്റും അലുമിനിയം ഫിനിഷും കാര്യങ്ങളെല്ലാം കൊടുത്തിട്ടുണ്ട്. ഇവിടെയായിട്ട് ചെറിയ സ്റ്റോറേജ് സ്പേസ് വരുന്നുണ്ട്. താഴെയായിട്ട് ഗ്ലോബോസ് വരുന്നുണ്ട്. ഗ്ലോബോസ് ലൈറ്റും കാര്യങ്ങളൊന്നും വരുന്നില്ല ഈ വേരിയൻ്റ് ആണെങ്കിലും. പിന്നെ ഇങ്ങോട്ട് നോക്കുകയാണെങ്കിൽ ടോപ്പിന് വേരിലേക്ക് പോകുമ്പോൾ ഇവിടെ വയർലെസ് വരും. ഇവിടെ നമുക്ക് ഫോണും കാര്യങ്ങളും വെക്കാനുള്ള ചെറിയ ഗ്രിപ്പും കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ USB പോർട്ട് വരുന്നുണ്ട്. അതുപോലെ തന്നെ 12 വാട്ടിൻ്റെ സോക്കറ്റ് വരുന്നുണ്ട്. AC കൺട്രോളിൻ്റെ ഫാൻ അഡ്ജസ്റ്റ്മെൻറ്റും സ്വിച്ചുകളും കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട്. മേലേക്ക് വരെ ഓഡിയോ കൺട്രോളിൻ്റെ സ്വിച്ചുകൾ കൊടുത്തിട്ടുണ്ട്. സാലൈറ്റിൻ്റെ സ്വിച്ച്, അതിൻ്റെ മേലെ ഒരു 8 ഇഞ്ചിൻ്റെ ഒരു ഇൻഫോർടൈൻമെൻറ്റ് സിസ്റ്റം കൊടുത്തിട്ടുണ്ട്. സിസ്റ്റം പോലെ തന്നെ 4 സ്പീക്കേഴ്സ് വരുന്നുണ്ട്. അതുപോലെ തന്നെ 2 ട്യൂട്ടേഴ്സും ഇതിൽ കൊടുത്തിട്ടുണ്ട്. അതുപോലെ മാനുവൽ ഹാൻഡ് ബ്രേക്ക്, അതുപോലെ തന്നെ 2 കപ്പ് ഹോൾഡർ കാണാനായിട്ട് സാധിക്കും. ഇവിടെ ഒരു ചെറിയൊരു സ്റ്റോറേജ് സ്പേസ് കാണും. പിന്നെ ആംറെസ്റ്റ് ഉണ്ട്. ആംറെസ്റ്റ് വിത്ത് സ്റ്റോറേജ് സ്പേസ് ആണ് വരുന്നത്. ഈ സ്റ്റാർട്ട് ചെയ്യുന്നത് നമ്മുടെ ഈ ഒരു എസ് വേരിയൻ്റാണ് ഇത് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കിവിടെ മിറേഴ്സ് വരുന്നുണ്ട്. ലൈറ്റ് വരുന്നില്ല. ഡ്രൈവർ സൈഡിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഡ്രൈവർ സൈഡിൻ്റെ അവിടെ മിററും വരുന്നില്ല, ലൈറ്റും വരുന്നില്ല. ഇപ്പോഴത്തെ ക്രെറ്റയിൽ പോലും ടോപ്പിൻ്റെ വേരിയൻറ്റിൽ ഇപ്പോൾ ഉണ്ടായി അങ്ങനെ ഡ്രൈവർ സൈഡിൽ മിററും അതുപോലെ തന്നെ ലൈറ്റും കാര്യങ്ങളൊന്നും കൊടുക്കുന്നില്ല. പിന്നെ നമ്മളിങ്ങോട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ സീറ്റ് അത്യാവശ്യം കംഫർട്ടബിൾ ആയിട്ടുള്ള നല്ല സീറ്റ്, ഒരു ബേസ് വേരിയൻ്റ് അല്ലെങ്കിൽ എസ് വേരിയൻ്റ് ആണെന്ന് പറയാത്ത രീതിയിലുള്ള സീറ്റും കാര്യങ്ങളൊക്കെയാണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ നമ്മൾ ബാക്ക് സൈഡിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ
ബാക്ക് സൈഡിൽ ഇതുപോലെ തന്നെ ഡുവൽ ടോൺ രീതിയിലാണ് വരുന്നത്. പവർ വിൻഡോ വരുന്നത് ഈ ഒരു എസ് വേരിയൻ്റ് തൊട്ടാണ് ബാക്ക് സൈഡിൽ പവർ വിൻഡോ വരുന്നത്. അതുപോലെ തന്നെ സ്പീക്കർ വരുന്നത് ബോട്ടിൽ ഹോൾഡർ വരുന്നുണ്ട്. ഈ സ്പീക്കേഴ്സിൻ്റെ കാര്യം തൊട്ടുമ്പോൾ പറഞ്ഞ പോലെ തന്നെ ഈ ഒരു വേരിയൻ്റ് തൊട്ടാണ് സ്പീക്കേഴ്സ് കൊടുക്കുന്നത്. ബാക്കി നമ്മൾ ഇങ്ങോട്ട് നോക്കുകയാണെങ്കിൽ മാക്സിമം നമ്മൾ ഫ്രണ്ട് സീറ്റ് ബാക്കിലേക്ക് ഇട്ടിട്ടൊക്കെയാണ്. അപ്പോൾ ഈ ഒരു രീതിയിലുള്ള സ്പേസാണ് ബാക്കി വരുന്നത്. നമുക്കിത് ഇരുന്ന് നോക്കാം. ബാക്ക് സൈഡിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് AC വെൻസ് വരുന്നുണ്ട്. അത് സ്റ്റാർട്ട് ചെയ്യുന്ന എസ് വേരിയൻ്റിലാണ്. അതുപോലെ തന്നെ 2 USB-C പോർട്ട് വരുന്നുണ്ട്. പിന്നെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ സീറ്റ് നമ്മൾ മാക്സിമം ബാക്കിലേക്ക് ഇറക്കിയിട്ടിരിക്കുകയാണ്. എന്നാലും കുഴപ്പമില്ലാത്ത രീതിയിൽ നമുക്ക് കംഫർട്ടബിൾ ഇരിക്കാൻ പറ്റും. കറക്റ്റ് പോലെ അത്രയും നമ്മൾ എക്സ്പെക്ട് ചെയ്യാൻ പാടില്ല. കാരണം ഇത് വെന്യൂ എന്ന് പറയുമ്പോൾ അതിനെക്കാട്ടി ചെറിയൊരു വാഹനമാണ്. പിന്നെ നമ്മൾ ബാക്ക് സൈഡിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ഇത് 40-60 സ്പ്ലിറ്റ് ചെയ്യാൻ സാധിക്കുന്ന സീറ്റ്സാണ് ബാക്കിൽ വരുന്നത്. അതുപോലെ തന്നെ ബാക്കിലെ 3 പേർക്കും അഡ്ജസ്റ്റബിൾ ഹെഡ് റെസ്റ്റ് തന്നെ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ 60-40 ആയിട്ട് സ്പ്ലിറ്റ് ചെയ്യാൻ സാധിക്കുന്നതുകൊണ്ട് തന്നെ അത്യാവശ്യം കംഫർട്ടബിളായിട്ട് നമുക്ക് യൂസബിൾ ആയിട്ടുള്ളൊരു കാര്യമാണ്. പിന്നെ ലൈറ്റ് വരുന്നത് ഇവിടെയായിട്ടാണ് ഇതിൻ്റെ ലൈറ്റും കാര്യങ്ങളൊക്കെ വരുന്നത്. അപ്പോൾ ഈ ഒരു രീതിയിലാണ് വെനുവിൻ്റെ ബൂട്ട് സ്പേസ് വരുന്നത്. അത്യാവശ്യം ബൂട്ട് സ്പേസ് ഉണ്ട്. അതുപോലെ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമുക്ക് 60-40 ആയിട്ട് സ്പ്ലിറ്റ് ചെയ്തിടാൻ സാധിക്കുന്നതുകൊണ്ട് തന്നെ അത്യാവശ്യം സ്റ്റോറേജ് സ്പേസ് കിട്ടുന്നതാണ്. നമ്മളിനി സ്പെയർ വീലിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ 15 ഇഞ്ച് വീൽസ് തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. സെയിം ആ ഒരു വീൽസ് തന്നെയാണ് നമുക്ക് സ്പെയർ വീൽ വരുന്നത്. അതുപോലെ തന്നെ ട്രൈ ഈ ഒരു വീലിനകത്ത് വരുന്നുണ്ട് കേട്ടോ. ഫ്രണ്ട് ഡിസ്ക് ബ്രേക്കുകളാണ് കൊടുത്തിരിക്കുന്നത്. ബാക്കിൽ ഡ്രം ബ്രേക്കും. നമുക്ക് ഈ ഒരു വേരിയൻ്റ് തൊട്ട് ഐഡിയൽ സ്റ്റോപ്പ് ആൻഡ് ഗോ എന്ന് പറഞ്ഞ ഫംഗ്ഷൻ കിട്ടുന്നുണ്ട്. അല്ല സേഫ്റ്റി ഫീച്ചേഴ്സ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ 6 എയർ ബാഗ്സ് വരുന്നുണ്ട്. അതുപോലെ തന്നെ ABS വിത്ത് EBD, ടയർ പ്രഷർ മോഡിംഗ് തുടങ്ങിയ സേഫ്റ്റി ഫീച്ചേഴ്സും കാര്യങ്ങളെല്ലാം നമുക്ക് ഈ ഒരു വെന്യൂവിനകത്ത് കിട്ടുന്നതാണ്. വെന്യൂവിൻ്റെ എഞ്ചിൻ ഓപ്ഷൻസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നോർമൽ 1.2 ലിറ്റർ പെട്രോൾ എഞ്ചിനുണ്ട്. അതുപോലെ തന്നെ 1 ലിറ്റർ ടെർബോ പെട്രോൾ എഞ്ചിൻ, അതുപോലെ തന്നെ 1.5 ലിറ്റർ CRDI ഡീസൽ എഞ്ചിനുണ്ട്. നമ്മുടെ ഇപ്പോൾ നോക്കിയിട്ടിരിക്കുന്ന നോർമൽ പെട്രോൾ എഞ്ചിന് പവർ പ്രൊഡ്യൂസ് ചെയ്യുന്ന 83 PS ആണ്. അതുപോലെ 113 Nm ടോർക്ക് നൽകുന്നുണ്ട് ഈ എഞ്ചിൻ. അപ്പോൾ നമ്മൾ ഈ വെനുവിൻ്റെ പ്രൈസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ പ്രൈസ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഈ വേരിയൻ്റ് ആണ്, ബേസ് വേരിയൻറ്റ്. അതിന് പ്രൈസ് വരുന്നത് 7.95 lakhs ആണ് എക്സ് ഷോറൂം പ്രൈസ് വരുന്നത്. അതുപോലെ തന്നെ ഈ ഒരു വെനുവിൻ്റെ എസ് വേരിയൻറ്റിലേക്ക് വരുമ്പോഴേക്കും 9,10,000 rupees നമ്മുടെ ഒരു എസ് ഷോറൂം പ്രൈസ് വരുന്നത്. അപ്പോൾ നമ്മൾ ഈ ബേസ് വേരിയൻ്റ് ഇതായിട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ കുറേയേറെ ഫീച്ചേഴ്സ് ഉണ്ട്. പ്രൈസ് ഡിഫറൻസ് വരുന്നത് 1,10,000 പ്രൈസ് ഡിഫറൻസ് ആണ് വരുന്നത്. പക്ഷേ നമ്മൾ ഫീച്ചേഴ്സ് വൈസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ടയർ പ്രഷർ മോട്ടറിംഗ് വരുന്നുണ്ട്. അതുപോലെ തന്നെ ഓട്ടോ ഹെഡ്ലാംപ്സ് വരുന്നുണ്ട്. അതുപോലെ തന്നെ ഓഡിയോ കൺട്രോൾസ് സ്വിച്ചുകൾ ഇവിടെ വരുന്നുണ്ട്. ഇൻഫോർടൈൻമെൻറ്റ് സിസ്റ്റം വരുന്നുണ്ട് 8 ഇഞ്ചിൻ്റെ വിത്ത് ആപ്പിൾ കാർപ്ലേ, ആൻഡ്രോയിഡ് ഓട്ടോ, ടച്ച് സ്ക്രീൻ വരുന്നുണ്ട്. സോ അതുകൂടാണ്ട് നമുക്ക് 4 ഡോറിൽ നമുക്ക് സ്പീക്കേഴ്സും 2 ട്യൂട്ടേഴ്സും വരുന്നുണ്ട്. അതുപോലെ തന്നെ ബാക്കിൽ നമുക്ക് ഇതുപോലെ പവർ വിൻഡോ വരുന്നുണ്ട്. ബേസ് വിൻഡോയിലേക്ക് വരുമ്പോൾ അതുണ്ടാവില്ല. അതുപോലെ തന്നെ ആംബ്രസ്റ്റ് വരുന്നുണ്ട് വിത്ത് സ്റ്റോറേജ് സ്പേസ് വരുന്നുണ്ട്. ഇതെല്ലാം വരുന്നത് നമുക്ക് ഈ ഒരു എസ് വേരിയൻ്റ് എന്ന് പറയുന്ന വേരിയൻറ്റിലേക്കാണ് വരുന്നത്. അതുപോലെ തന്നെ ഔട്ട് സൈഡിന് മിറർ അഡ്ജസ്റ്റബിൾ സ്വിച്ച് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ, അതുപോലെ തന്നെ ബാക്കിൽ ഡിഫോഗർ വരുന്നുണ്ട്. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ വരുന്നത് നമുക്ക് ഈ ഒരു എസ് എന്ന് പറഞ്ഞ വേരിയൻറ്റിലാണ് വരുന്നത്. ശരിക്കും ഇതൊരു വാല്യൂ ഫോർ മണി വേരിയൻ്റാണെന്ന് പറയാം. നമ്മുടെ ഹുണ്ടായി വെനുവിൻ്റെ ഒരു മികച്ച ഒരു വാല്യൂ ഫോർ വേരിയൻ്റാണ് നമ്മുടെ ഈ എസ് വേരിയൻ്റ് എന്ന് പറയുന്നത്.